ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഫീസ് ഈടാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തണമെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകളിൽ നിന്നും ഇറാൻ ഫീസ് ഈടാക്കുന്നതായ റിപ്പോർട്ടുകളെ തുടർന്നാണ് പ്രതികരണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന്. US ഇറാൻ സംഘം ഇസ്ലാമാബാദിലെത്തി. പ്രാഥമിക ചർച്ചകൾ ഇന്നും നാളെയുമായി നടക്കും. ചർച്ച ദിവസങ്ങൾ നീണ്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് റഷ്യയും യുക്രൈനും. വെടിനിർത്തൽ ഏപ്രിൽ 11 മുതൽ 12 വൈകുന്നേരം വരെ. ഓർത്തഡോക്സ് ഈസ്റ്റർ പ്രമാണിച്ച് താൽക്കാലിക വെടിനിർത്തൽ. ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ കേന്ദ്രമന്ത്രിമാർ ഗൾഫിലേക്ക്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഖത്തറിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE-ലും സന്ദർശനം നടത്തും. ഖത്തറിൽ നിന്നും കൂടുതൽ LNG-യും LPG-യും ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഇടപെടൽ ശക്തമാക്കാനാണ് സന്ദർശനം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ UAE സന്ദർശനം നാളെയും മറ്റന്നാളുമാണ്. ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിനൊരുങ്ങി ആർട്ടിമസ് 2 സംഘം. നാളെ പുലർച്ചെ 5:37 പേടകം ഭൂമിയിൽ ഇറങ്ങും. സാന്റിയാഗോ തീരത്തോട് ചേർന്ന് ശാന്തസമുദ്രത്തിലാണ് യാത്രാ പേടകമായ ഓറിയോൺ ഇന്റഗ്രിറ്റി വന്നിറങ്ങുക. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 45 മിനിറ്റ് മുമ്പ് പേടകത്തിൽ നിന്നും സർവീസ് മൊഡ്യൂൾ വേർപെടുത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 14,025 രൂപയായി. പവന് 600 രൂപ വർദ്ധിച്ച് 1,12,200 രൂപയായി. 18 കാരറ്റ് സ്വർണത്തിനും വില വർദ്ധിച്ചു. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 11,525 രൂപയായി. പവന് 480 രൂപ വർദ്ധിച്ച് 1 പവന് 92,200 രൂപയായി. വെള്ളി 260 രൂപയിലാണ് വ്യാപാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.